നമസ്കാരം. മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന നടിയാണ് മഞ്ജു വാര്യർ. സിനിമ പോലൊരു ലോകത്ത് 4 പതിറ്റാണ്ടുകളോളം പിടിച്ചു നിൽക്കുക, അത് മുൻനിര നായികയായി നിലനിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് ശേഷം വേറിട്ട കഥാപാത്രങ്ങളോടെയാണ് മഞ്ജു ആരാധകർക്കിടയിൽ എത്തിയത്. എല്ലാം ആരാധകർ ഇരു കൈ നീട്ടിയാണ് സ്വീകരിച്ചത്. ഒരുപക്ഷെ ദിലീപിനെ പോലും അമ്പരപ്പിച്ചാണ് നടിയുടെ യാത്ര. തമിഴിലും മലയാളത്തിലും എല്ലാം ഹിറ്റടിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് മഞ്ജു. മാത്രമല്ല, മഞ്ജുവിന്റെ സിനിമകൾ നോക്കുമ്പോൾ ഏറെ പിറകിലാണ് ദിലീപ്. വ്യക്തിജീവിതത്തിലെ കാര്യങ്ങളും മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട്. മഞ്ജുവിന്റെ അച്ഛനും അമ്മയും സഹോദരനും ഭാര്യയും മകളും എല്ലാം പ്രേക്ഷകർക്ക് പരിചിതമാണ്. ഇവരോടൊപ്പം സന്തോഷ നിമിഷങ്ങളും താരം പങ്കുവെക്കാറുണ്ട്. ലോക്ക്ഡൌണിൽ എല്ലാവരും ഒന്നിച്ചായിരുന്നു. കാലങ്ങൾക്ക് ശേഷമാണ് അമ്മയ്ക്ക് മകനെയും മകളെയും ഒന്നിച്ച് കിട്ടിയത്. ആ സന്തോഷത്തിലായിരുന്നു അമ്മ. എഴുത്തും സിനിമയും വായനയും പാട്ടും ഡാൻസും ഒക്കെയായി ഒന്നിച്ചുള്ള നിമിഷങ്ങൾ ശരിക്കും ആഘോഷമാക്കുകയായിരുന്നു എല്ലാവരും. മഞ്ജുവിനെ മാത്രമല്ല, മലയാളികൾക്കേറെ പ്രിയപ്പെട്ട താരകുടുംബം കൂടിയാണ് മഞ്ജു വാര്യരുടേത്. മഞ്ജു മാത്രമല്ല, ജ്യേഷ്ഠൻ മധു വാര്യരും മുൻ ഭർത്താവും നടനുമായ ദിലീപും ഒക്കെ പ്രേക്ഷകർക്ക് അതിപ്രിയങ്കരാണ്. സിനിമയെ ഏറെ സ്നേഹിച്ച മധുവിന് എന്നാൽ നടനായി അധികം ശോഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ അനുജത്തിക്ക് കൂട്ടായി മധു ഒപ്പം തന്നെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. മഞ്ജു വിവാഹമോചിതയായ സമയത്തും ഏട്ടന്റെ കൈ പിടിച്ചുകൊണ്ടാണ് മഞ്ജു കോടതി വരാന്തയിൽ നിന്നും പുറത്തേക്ക് എത്തുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ മഞ്ജുവിനൊപ്പം തന്നെ കുടുംബമുണ്ട്. മഞ്ജുവിനൊപ്പം അല്ലെങ്കിലും മീനാക്ഷിയും മധുവിന്റെ മകൾ ആവണിയും തമ്മിൽ വലിയ കൂട്ടാണ്. എന്റെ സ്വന്തം രാജകുമാരി എന്നാണ് മഞ്ജു ആവണിയെ ചേർത്ത് നിർത്തി ഇപ്പോൾ പറയുന്നത്. മഞ്ജുവിന്റെ രാജകുമാരിക്ക് പിറന്നാൾ ദിനമാണിന്ന്. ആവണിക്കൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോസും പങ്കിട്ടാണ് പിറന്നാൾ ആശംസകൾ നേർന്നത്. ആളുകൾ പറയും ഞാൻ ഭയങ്കര ക്രേസി ആണെന്ന്. എന്റെ കുടുംബത്തിലെ മറ്റുള്ളവരെ കണ്ടാൽ അവർക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആയതെന്ന് ക്യാപ്ഷൻ നൽകി മഞ്ജുവും ആവണിയും ഒപ്പമുള്ള ഒരു ഫൺ വീഡിയോയും ലേഡി സൂപ്പർ സ്റ്റാർ ഷെയർ ചെയ്തിട്ടുണ്ട്. മീനാക്ഷിയും ആവണിയും തമ്മിൽ നല്ല ചങ്ങാത്തം ഇപ്പോഴും ഉണ്ടെന്നാണ് സൂചന. സമപ്രായക്കാരല്ല ഇരുവരുമെങ്കിലും ഇരുവർക്കും ഇടയിലുള്ള ബന്ധം അത്രയും അഗാധമാണ്. ഇരുവരും തമ്മിൽ ഏകദേശം 10 വയസ്സോളം വ്യത്യാസമാണ് ഉള്ളതെന്നാണ് സൂചന. ചേച്ചിയാണ് ആവണിക്ക് മീനാക്ഷി. ഇവരുടെ കുട്ടിക്കാലമെല്ലാം ഒരുമിച്ചായിരുന്നു എന്നാണ് പുള്ളിയിലെ നാട്ടുകാരിൽ ചിലർ അടുത്തിടെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിരുന്നത്. അതേസമയം കഴിഞ്ഞ വിഷുദിനത്തിലും അമ്മയ്ക്കും സഹോദരനും കുടുംബത്തിനും ഒപ്പമാണ് മഞ്ജു ഉണ്ടായിരുന്നത്. സാരി അണിഞ്ഞ് അതീവ സന്തോഷത്തോടെയായി ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുകയായിരുന്നു താരം. വീട്ടിലെത്തിയാൽ തന്നെ സന്തോഷമാണ്. സദ്യ കഴിക്കാനായി അമ്മ ഇല മുറിക്കാനായി പോയ സമയത്തായിരുന്നു മധു ചിത്രങ്ങൾ പകർത്തിയത്. മധുവിന്റെ ക്യാമറയ്ക്ക് മുന്നിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങളെല്ലാം വൈറലായിരുന്നു. ആവണിയുടെ കൂടെയും മഞ്ജു ചിത്രം എടുത്തിരുന്നു. കണ്ണടച്ച് തുറക്കും മുൻപ് മകളുടെ സ്കൂൾ ജീവിതം തീർന്നുവെന്നായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് മധു പറഞ്ഞത്. കുട്ടിക്കാലത്തെയും ഇപ്പോഴത്തെയും വീഡിയോയും പങ്കുവച്ചിരുന്നു. ആവണി ഇത്രയും വലുതായോ എന്നായിരുന്നു ചിത്രം കണ്ടവരെല്ലാം ചോദിച്ചത്. ആന്റിയോളം വളർന്നിരിക്കുകയാണ് ആവണി. അതേക്കുറിച്ചായിരുന്നു ആരാധകരും ചോദിച്ചത്. മീനാക്ഷിയുടെ അഭാവത്തിൽ ആവണി വലിയൊരു ആശ്വാസമാണ് മഞ്ജുവിനെന്നാണ് ആരാധകർ പറയാറുള്ളത്. ആവണിയോടൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങൾ മഞ്ജു പങ്കുവെക്കാറുമുണ്ട്. ഈ സന്തോഷം എന്നും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്നായിരുന്നു ചിത്രങ്ങൾ കണ്ടവർ പറഞ്ഞത്. മധുവായിരുന്നു ആദ്യം നൃത്ത പഠനം തുടങ്ങിയത്. അതുകൊണ്ടായിരുന്നു മഞ്ജു ചുവട് വെച്ച് തുടങ്ങിയത്. അതോടെ അനിയത്തിയെ പഠിപ്പിക്കാനായി തീരുമാനിക്കുകയായിരുന്നു വീട്ടുകാർ. അന്ന് തുടങ്ങിയതാണ് നൃത്തത്തിനൊപ്പമുള്ള യാത്ര. എത്ര വലിയ തിരക്ക് വന്നാലും നൃത്തം കൈവിടരുതെന്നായിരുന്നു അച്ഛൻ മകളോട് പറഞ്ഞത്. ആ ഉപദേശം ഇന്നും അതുപോലെ പാലിക്കുന്നുണ്ട് താരം. അമ്മയെ പോലെ തന്നെ മകളും നൃത്തത്തിൽ താല്പര്യം കാണിച്ചിരുന്നു. ഫ്രണ്ട്സിന്റെ കല്യാണത്തിനായി മീനുട്ടി ചുവട് വെച്ചതിന്റെ വീഡിയോ വൈറലായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലൂടെയായി ഇടയ്ക്കിടെ ഡാൻസ് റീലുകൾ പങ്കുവെക്കാറുമുണ്ട്. പോസ്റ്റുകളായാലും റീലായാലും അമ്മയുമായുള്ള സാമ്യത്തെക്കുറിച്ച് പറഞ്ഞ് ആരാധകർ എത്താറുണ്ട്. അമ്മയോ മകളോ പരസ്യമായ ചോദ്യങ്ങളിലൊന്നും പ്രതികരിക്കാറില്ല. ഇടയ്ക്ക് മഞ്ജു മകളെ ഫോളോ ചെയ്യുന്നത് ആരാധകർ കണ്ടെത്തിയിരുന്നു. അതേസമയം വിഷയാശംസ അറിയിച്ചതിനൊപ്പമാണ് കുടുംബസമേതമുള്ള ചിത്രങ്ങളും മഞ്ജു പങ്കുവച്ചിരുന്നത്. ക്ഷണം തരം കൊണ്ട് തന്നെ ചിത്രങ്ങൾ വൈറലായി മാറിയിരുന്നു. മഞ്ജുവിന്റെ ചിരി ഒരു രക്ഷയുമില്ല. അമ്മയും ചേട്ടനും പറഞ്ഞ കമന്റ് കേട്ടാണോ എന്നറിയില്ല. പൊട്ടിച്ചിരിച്ചുള്ള ചിത്രങ്ങളും വിഷുവിന്റെ ആ ചിത്രങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. സാരിയിലായിരുന്നു മഞ്ജു വന്നത്. കാലങ്ങൾക്ക് ശേഷമാണ് മഞ്ജുവിനെ സാരിയിൽ കാണുന്നതെന്നും അഭിപ്രായമുണ്ടായിരുന്നു. പ്രിയപ്പെട്ട പെറ്റ്സും ചിത്രങ്ങളിലുണ്ടായിരുന്നു. മഞ്ജു മാത്രമല്ല, മധുവും വിഷു പ്രമാണിച്ച് വീട്ടിലേക്ക് എത്തിയിരുന്നു. അമ്മയാവട്ടെ മക്കളും കൊച്ചുമക്കളും എത്തി സന്തോഷത്തിലായിരുന്നു. ആവണിയോടൊപ്പവും മഞ്ജു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിരുന്നു. ആന്റി നിറഞ്ഞു ചിരിച്ചായിരുന്നു പോസ്റ്റ് ചെയ്തത്. ആവണി ആളാകെ മാറിയെന്നായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് മഞ്ജുവും മധുവും പറഞ്ഞത്. അത് ശരിവെക്കുന്ന ചിത്രങ്ങളായിരുന്നു പുറത്തു വന്നത്. അതേസമയം കുടുംബത്തിന് അങ്ങേയറ്റത്തെ പ്രാധാന്യം നൽകുന്ന ആളാണ് മഞ്ജു വാര്യർ. തിരക്കുകൾക്കിടയിലും അമ്മയെയും സഹോദരനെയും കാണാനായി മഞ്ജു എത്താറുണ്ട്. ആ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയുടെ വൈറലായി മാറാറുമുണ്ട്. ഏട്ടന്റെ മകളായ ആവണി മഞ്ജുവിന്റെ മകൾ തന്നെയാണ്. അവളോടൊപ്പമുള്ള നിമിഷങ്ങളും മഞ്ജു പോസ്റ്റുകളാക്കി മാറ്റാറുണ്ട്. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് മഞ്ജു വാര്യരും മധു വാര്യരും. മഞ്ജുവിന് പിന്നാലെയാണ് മധുവും സിനിമയിൽ എത്തുന്നത്. സംവിധാനത്തിലാണ് കൂടുതൽ താല്പര്യമെന്ന് തുടക്കത്തിൽ തന്നെ മധു പറഞ്ഞിരുന്നു. അഭിനേതാവായി അരങ്ങേറിയ സംവിധായകനായി മാറുകയായിരുന്നു അദ്ദേഹം. ലളിതം സുന്ദരത്തിൽ നിർമ്മാതാവായും നായികയായും മഞ്ജുവും എത്തിയിരുന്നു. അവസാന നിമിഷമാണ് ഞാൻ ഈ ചിത്രത്തിലേക്ക് വരുന്നതെന്ന് മഞ്ജു പറഞ്ഞിരുന്നു. മികച്ച പ്രതികരണമായിരുന്നു ചിത്രത്തിൽ ലഭിച്ചത്. ആദ്യ സിനിമയ്ക്ക് ശേഷം അടുത്തത് എപ്പോഴാണെന്നാണ് മധുവിനോട് ആരാധകർ ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയായി സിനിമയെക്കുറിച്ച് മാത്രമല്ല ജീവിത വിശേഷങ്ങളും പങ്കിടാറുണ്ട് മധു വാര്യർ. മകളായ ആവണിയുടെ വീഡിയോയും ഇടയ്ക്ക് അദ്ദേഹം പങ്കുവയ്ക്കായിരുന്നു.
അവൾ ആദ്യമായി സ്കൂളിൽ പോയത് ഇന്നലെയാണെന്ന പോലെ തോന്നുന്നു. കണ്ണടച്ച് തുറക്കും മുൻപ് സ്കൂൾ ജീവിതം കഴിഞ്ഞു. കാലം എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നതെന്നുമായിരുന്നു മധു കുറിച്ചത്. ആവണി കുഞ്ഞായിരുന്നപ്പോഴത്തെയും ഇപ്പോഴും ഉള്ളതുമായ വീഡിയോയും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. മഞ്ജു വാര്യരായിരുന്നു പോസ്റ്റിന് താഴെയായി ആദ്യം സ്നേഹം അറിയിച്ചത്. ആവണിക്കൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങൾ നേരത്തെ മഞ്ജുവും പങ്കിട്ടിരുന്നു. അമ്മയ്ക്കും നാത്തോനും ആവണിക്കും ഒപ്പമുള്ള മഞ്ജുവിന്റെ ഫോട്ടോ മുൻപ് വൈറലായിരുന്നു. സമയം കിട്ടുമ്പോഴെല്ലാം ആവണിക്ക് അരികിലേക്ക് മഞ്ജു എത്താറുണ്ട്. ലോക്ക്ഡൌൺ കാലത്ത് ഞങ്ങളെല്ലാം ഒന്നിച്ചായിരുന്നു. കാലങ്ങൾക്ക് ശേഷമായിരുന്നു അമ്മയ്ക്ക് മകളെയും മകനെയും അടുത്ത് കിട്ടിയത്. ആവണിയും ആ നിമിഷങ്ങൾ ആഘോഷമാക്കിയിരുന്നു. മഞ്ജുവിനൊപ്പം മത്സരിച്ച് സൈക്കിൾ ഓടിച്ചായിരുന്നു ആവണി തിളങ്ങിയത്. ഇരുവരും ഒന്നിച്ചുള്ള വീഡിയോ അന്ന് വൈറലായിരുന്നു. മകളായ മീനാക്ഷി കൂടെ ഇല്ലാത്തതിന്റെ വിഷമം മഞ്ജു പുറമെ പ്രകടിപ്പിക്കാറില്ല. അച്ഛനും മകളും തമ്മിലുള്ള അടുപ്പം അറിയാം. അവൾക്ക് അതാണ് താല്പര്യമെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്നായിരുന്നു മഞ്ജുവിന്റെ നിലപാട്. മകളെ കുറിച്ചുള്ള ചോദ്യങ്ങളിലൊന്നും മഞ്ജു പ്രതികരിക്കാറില്ല. അത്തരം ചോദ്യങ്ങൾ മൗനമാണ് മറുപടി. മകളും അതുപോലെ തന്നെയാണ്. ഒരു പുഞ്ചിരിയിൽ എല്ലാം ഒതുക്കും. അമ്മയിൽ നിന്നാണോ ആ സ്വഭാവം കിട്ടിയതെന്നായിരുന്നു പ്രിയപ്പെട്ടവരെല്ലാം ചോദിച്ചത്. അടുത്തിടെയായിരുന്നു മീനാക്ഷി MBBS പൂർത്തിയാക്കിയത്. ആ സന്തോഷം പങ്കിട്ട് ദിലീപും കാവ്യയും എത്തിയിരുന്നു. ഡെർമറ്റോളജിയിൽ ഉപരിപഠനം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് മകളെന്ന് ദിലീപ് പറഞ്ഞിരുന്നു. മഞ്ജുവിനെ പോലെ തന്നെ സഹോദരൻ മധു വാര്യരും പ്രേക്ഷകർക്ക് സുപരിതനാണ്. വിവാഹമോചിതയായ സമയത്തും ഏട്ടന്റെ കൈ പിടിച്ചുകൊണ്ടാണ് മഞ്ജു കോടതി വരാന്തിൽ നിന്നും പുറത്തേക്ക് വന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ മഞ്ജുവിനൊപ്പം തന്നെ കുടുംബമുണ്ട്. മഞ്ജുവിനൊപ്പമല്ലെങ്കിലും മീനാക്ഷിയും മധുവിന്റെ മകൾ ആവണിയും തമ്മിൽ വലിയ കൂട്ടാണ്. സോഷ്യൽ മീഡിയയിലൂടെയായി സിനിമയെക്കുറിച്ച് മാത്രമല്ല ജീവിത വിശേഷങ്ങൾ പങ്കിടാറുണ്ട് മധു വാര്യർ. മകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളിലൊന്നും മഞ്ജു പ്രതികരിക്കാറില്ല. അത്തരം ചോദ്യങ്ങൾ മൗനമാണ് മറുപടി. മകളും അതുപോലെ തന്നെയാണ്. വിവാഹമോചനത്തിന് ശേഷം ഒരിക്കൽ പോലും മീനാക്ഷിയെ മഞ്ജു വാര്യർക്കൊപ്പം പൊതുവേദിയിൽ കണ്ടിട്ടില്ല. മുൻപ് മഞ്ജുവിന്റെ അച്ഛൻ മരിച്ച സമയത്ത് ദിലീപും മഞ്ജുവും വീട്ടിൽ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അടുത്തിടെ മീനാക്ഷി MBBS പാസ്സായതിന്റെ ചടങ്ങുകൾ നടന്നിരുന്നു. അന്നും ദിലീപും കാവ്യയും മാത്രമാണ് മീനാക്ഷിക്കൊപ്പം ഉണ്ടായിരുന്നത്. മീനാക്ഷി ബിരുദദാന ചടങ്ങിന് ശേഷമായിരുന്നു മീനാക്ഷിയും മഞ്ജുവും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തത് തന്നെ.